1979 ജൂലൈ 16 മുതൽ 2023 ഏപ്രിൽ 9 വരെ ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് സദ്ദാം ഹുസൈൻ അബ്ദ് അൽ മജീദ് അൽ തിക്രിതി. ഇറാഖിനെ 2 പതിറ്റാണ്ട് നയിക്കുകയും അമേരിക്കൻ അധിനിവേശത്തിനെതിരെ പൊരുതുകയും ഒടുവിൽ ധീരതയോടെ തൂക്കുമരത്തിൽ കയറുകയും ചെയ്ത സദ്ദാം ഹുസൈൻ്റെ ജീവിതം ലോക ചരിത്രത്തിലെ മുഖ്യ ഏടുകളാണ്. ആരായിരുന്നു സദ്ദാം? കൊട്ടിപ്പാടുന്ന പോലെ ധീര വീരശൂര യോദ്ധാവാണോ അതോ ക്രൂരനായൊരു സ്വേച്ഛാധിപതി മാത്രമായിരുന്നോ? വടക്കൻ ഇറാഖിൽ ടൈഗ്രിസ് നദിക്കരയിലുള്ള തിക്രിത് പട്ടണത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള അൽ അഫ്ജ ഗ്രാമത്തിൽ സുബോ തുൽഫയുടെയും ഹുസൈൻ അൽ മജീദിൻ്റെയും മകനായി 1937 ഏപ്രിൽ 28 സദ്ദാം ജനിച്ചു. സദ്ദാമിൻ്റെ ചെറുപ്പത്തിലെ പിതാവ് മരിച്ചിരുന്നു. പിന്നീട് അമ്മാവനായ ഖൈറുള്ള തുൽഫയുടെ സംരക്ഷണത്തിലാണ് സദ്ദാം വളർന്നത്. ഇറാഖ് സൈന്യത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഖൈറുള്ള. രാജകുടുംബത്തെയും അവരെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടനെയും എതിർത്തതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലായി. അതോടെ സദ്ദാമിൻ്റെ ജീവിതം കഷ്ടത്തിലായി. അമ്മയുടെ അടുത്ത് മടങ്ങിയെത്തിയ സദ്ദാമിനെ രണ്ടാനച്ഛൻ തരം കിട്ടിയപ്പോഴേക്ക് കഠിനമായി ദ്രോഹിച്ചു. അവരുടെ ദ്രോഹം ആ കൊച്ചു ബാലനെ സഹിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ അവൻ ആദ്യമായി ആയുധമെടുത്തു. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവൻ അവരെ ആക്രമിക്കാൻ തുടങ്ങി. 5 വർഷത്തിനു ശേഷം ഖൈറുള്ള ജയിൽ മോചിതനായി. സദ്ദാം വീണ്ടും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലായി. അദ്ദേഹം സദ്ദാമിനെ തിക്രിത്തിലെ സ്കൂളിൽ ചേർത്തു. സ്കൂളിലെ ഏറ്റവും പ്രായം ചെന്ന കുട്ടിയായിരുന്നു സദ്ദാം. 1 വർഷത്തെ സ്കൂൾ പഠനത്തിനു ശേഷം സദ്ദാം അമ്മാവനൊപ്പം ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലേക്ക് പോയി പഠനം തുടർന്നു. ഒപ്പം രാഷ്ട്രീയത്തിലുമിറങ്ങി. 6 അടി 2 ഇഞ്ച് ഉയരം, ആരും അടുക്കാൻ മടിക്കുന്ന പ്രകൃതം, ഇതെല്ലാം ആയപ്പോൾ രാഷ്ട്രീയത്തിൽ സദ്ദാമിന് നല്ലൊരു ഭാവി തുറന്നു കിട്ടി. അങ്ങനെ 1957 സദ്ദാം ബാത്ത് പാർട്ടിയിൽ അംഗമായി. ജൂലൈ 14 അബ്ദുൽ കരീം ഖാസിമിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സൈനികർ ഫൈസൽ രാജാവിനെയും രാജകുടുംബങ്ങളെയും വെടിയുണ്ടയ്ക്കിരയാക്കി. തുടർന്ന് ഖാസിമിന്റെ നേതൃത്വത്തിൽ ഇറാഖിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാത്ത് പാർട്ടിയുടെയും പിന്തുണ ഖാസിമിനുണ്ടായിരുന്നു. എന്നാൽ അറബ് ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വിസമ്മതിച്ചതോടെ പാർട്ടിയുടെ നോട്ടപ്പുള്ളിയായി. 1959 ഖാസിമിനെ വധിക്കാൻ നടത്തിയ ശ്രമത്തിൽ സദ്ദാമും പങ്കാളിയായി. പക്ഷേ വധശ്രമം പാളി. സദ്ദാമിന് വെടിയേറ്റതിനെ തുടർന്ന് സിറിയയിലേക്കും പിന്നീട് ഈജിപ്തിലെ കെയ്റോയിലേക്കും കടന്നു. 2003 അമേരിക്കയുടെ സൈനിക അധിനിവേശം അദ്ദേഹത്തെ ഭരണത്തിൽ നിന്നും നിഷ്കാസിതനാക്കി. ബാത്ത് പാർട്ടിയുടെ തലവനായിരുന്ന അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ മതേതര അറബ് വാദം, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അറബ് സോഷ്യലിസം എന്നിവ ഇറാഖ് സ്വീകരിച്ചു. ഇറാഖിനെ നവീകരിക്കുന്നതിനും അറബ് ഉപഭൂഖണ്ഡത്തിൽ ഇറാഖിനു സ്ഥിരത നൽകുന്നതിനും സദ്ദാമിന്റെ ഭരണം സഹായിച്ചു. ബാത്ത് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്ന 1968 സൈനിക അട്ടിമറിയുടെ ഒരു പ്രധാന സംഘാടകൻ സദ്ദാമായിരുന്നു. ഈ സൈനിക അട്ടിമറിയാണ് ബാത്ത് പാർട്ടിയെ ദീർഘകാല ഭരണത്തിലേക്ക് കൊണ്ടുവന്നത്. തൻ്റെ മാതുലനും അബലനായിരുന്ന പ്രസിഡന്റ് അഹമ്മദ് ഹസൻ അൽ ബക്കറിന്റെ കീഴിൽ ഉപരാഷ്ട്രപതിയായിരുന്ന സദ്ദാം സർക്കാരും സൈന്യവുമായുള്ള ഭിന്നതകൾ ശക്തമായി നിയന്ത്രിച്ചു. ശക്തവും ക്രൂരവുമായ സുരക്ഷാ സേനയെ നിർമ്മിച്ച സദ്ദാം തൻ്റെ അധികാരം സർക്കാരിനു മുകളിൽ ഉറപ്പിച്ചു. രാഷ്ട്രപതിയായപ്പോൾ സദ്ദാം ഒരു ശക്തമായ സർക്കാർ രൂപവൽക്കരിച്ചു. രാജ്യത്ത് ശക്തിയും സ്ഥിരതയും സദ്ദാം ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇറാൻ ഇറാഖ് യുദ്ധം, ഗൾഫ് യുദ്ധം എന്നിവ നടന്നത്. തൻ്റെ മരണത്തെ അസ്ഥിരപ്പെടുത്തുന്ന മുന്നേറ്റങ്ങളെ അദ്ദേഹം അടിച്ചമർത്തി. പ്രത്യേകിച്ചും വർഗീയമായ വിഭജനങ്ങളുടെ പേരിൽ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട വംശീയ മതപരമായ മുന്നേറ്റങ്ങളെ അദ്ദേഹം ശക്തമായി അടിച്ചമർത്തി. സുന്നി ഇറാഖികളുടെ ഇടയിലും അറബ് വംശജരുടെ ഇടയിലും അദ്ദേഹം ഒരു ജനകീയ നായകനായി തുടർന്നു. ഇസ്രായേലിനെതിരായും അമേരിക്കക്കെതിരായും ചങ്കുറപ്പോടെ നിലകൊണ്ടൊരു ഭരണാധികാരിയായിരുന്നു സദ്ദാം എന്നതായിരുന്നു ഈ ജനപ്രിയതയ്ക്ക് കാരണം. ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്തു കൂടിയായിരുന്ന സദ്ദാം ഇസ്ലാമിക വികാരത്തിന്റെ പേരിൽ തങ്ങളോടൊപ്പം നിൽക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം പറ്റെ നിരാകരിച്ച അന്താരാഷ്ട്ര തലത്തിൽ എന്നും ഇന്ത്യൻ താൽപ്പര്യങ്ങളോടൊപ്പം നിൽക്കാൻ അദ്ദേഹം സന്നദ്ധത കാട്ടി. 2003 മാർച്ച് 19 അമേരിക്ക ഇറാഖുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും
സദ്ദാം ഹുസൈനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി ഇറാഖ് പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ സദ്ദാമിനെ അമേരിക്കൻ സൈന്യത്തിന് പിടികൂടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 2003 ഡിസംബർ 13 തിക്രിത്തിന് 10 കിലോമീറ്റർ തെക്കുള്ള അദ്വാർ പട്ടണത്തിലെ ഒളി സങ്കേതത്തിൽ നിന്ന് അമേരിക്കൻ സേന സദ്ദാമിനെ പിടിച്ചു. സദ്ദാമിനൊപ്പം വിശ്വസ്തരായ 11 പേരെ കൂടി അമേരിക്കൻ സൈന്യം പിടികൂടി രഹസ്യ സങ്കേതത്തിൽ പാർപ്പിച്ചു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം സദ്ദാമിനെ കോടതിയിൽ ഹാജരാക്കി. നവംബർ 5, 2006 അദ്ദേഹത്തെ മനുഷ്യത്വത്തിനെതിരായുള്ള കുറ്റങ്ങളുടെ പേരിൽ അദ്ദേഹം തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ടു. 1990 കുവൈറ്റ് പിടിച്ചടക്കാൻ ശ്രമിച്ചു. 1991 ഷിയോകൾക്കും ഖുർദുകൾക്കുമെതിരെ അക്രമങ്ങൾ നടത്തി. 1980കളിൽ ഖുർദുകളെ പലായനം ചെയ്യിച്ചു എന്നീ കുറ്റങ്ങളാണ് സദ്ദാമിനെതിരെ ചുമത്തപ്പെട്ടത്. എന്നാൽ പ്രധാനമായും 1982 ദുജയിൽ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ആരോപിച്ചായിരുന്നു സദ്ദാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. സദ്ദാമിന്റെ അപ്പീൽ പരമോന്നത കോടതി 2006 ഡിസംബർ 26 തള്ളി. ഡോക്ടർമാർ, വക്കീലന്മാർ, ഭരണാധികാരികൾ എന്നിവരുടെ മുമ്പിൽ വെച്ച് സദ്ദാം 2006 ഡിസംബർ 30 രാവിലെ 6 മണിക്ക് തൂക്കിക്കൊല്ലപ്പെട്ടു. അപ്പോഴും ഒരിക്കൽ പോലും താൻ തീർത്ത ചോരച്ചാലുകളെ ചൊല്ലിയൊരു പശ്ചാത്താപം സദ്ദാം അവസാനം വരെയും പ്രകടമാക്കിയതായും നാം അറിയുന്നില്ല. കാലങ്ങൾക്കു ശേഷം ഇന്ന് IS ഭീകരർ ഇറാഖിൽ ഭീകരവാഴ്ച നടത്തുമ്പോൾ ലോകം ഓർക്കുകയാണ് ഇറാഖിൻ്റെ സ്വന്തം സദ്ദാം ഹുസൈനെ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്നാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത്.